മോഷണത്തിന് വധശിക്ഷ നൽകുന്ന ഒരു നിയമസംഹിതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ കഴിയാതിരുന്നാൽ തിരിച്ചു കൊടുക്കാൻ കഴിയാത്തവരെ അടിമയാക്കുന്ന ഒരു നിയമസംഹിതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ഒരു നിയമസംഹിത പുരോഗമനപരം. ഒരു ഓട്ടോയിൽ പോകുന്ന സമയത്ത് വെട്ടിൽ ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്നവരെ മൊത്തം കുറ്റപ്പെടുത്തുകയും പഴയ രാജഭരണമായി നല്ലത് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന മനുഷ്യരൊന്നും ഈ കഥകളൊന്നും അറിയുന്നുണ്ടോ എന്നറിയില്ല. ഇന്ന് നിവർന്നു നിന്ന് സംസാരിക്കാനും അവകാശങ്ങളെ പറ്റി പറയാനും ഭരിക്കുന്നവരെ തെരഞ്ഞെടുക്കാനും വോട്ടെടുപ്പിൽ പങ്കാളികളാകാനുമുള്ള അവകാശം ഒരുപാട് മനുഷ്യരുടെ ജീവത്യാഗത്തിന്റെയും വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലമായാണ് ഉണ്ടായതെന്ന് അവർ തിരിച്ചറിഞ്ഞു. ലോകത്ത് ഇന്നേ വരെ ഉണ്ടായ എഴുതപ്പെട്ട ചരിത്രങ്ങളെല്ലാം പോരാട്ടങ്ങളുടേതാണ് എന്ന് എഴുതിയത് സാക്ഷാൽ കാൾ മാർക്സ്. ഭരണഘടനകൾക്ക് വേണ്ടി ജനങ്ങളോ ജനസമൂഹങ്ങളോ രൂപപ്പെട്ടതല്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണഘടനകളും നിയമസംഹിതകളും ഉണ്ടാകുന്നത്. ജനങ്ങൾക്ക് വേണ്ടി എന്ന് അത്തരം വ്യവസ്ഥകൾ ഇല്ലാതാകുന്നു അന്ന് ജനങ്ങൾ അത്തരം വ്യവസ്ഥകളെ തൂത്തെറിഞ്ഞിട്ടുണ്ട്, അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. പുതിയ കാലത്തിനനുസരിച്ച് പുതിയ കാലക്രമത്തിനനുസരിച്ച് മാറപ്പെടേണ്ടതാണ് നിയമങ്ങളും നിയമസംഹിതകളും. മാറ്റത്തിന്റെ രഹസ്യം എന്നത് പഴയതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഊർജം ചെലവഴിക്കാതെ പുതിയതിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രയത്നിക്കലാണ് എന്ന് പറഞ്ഞത് സോക്രട്ടീസ്. ഇന്ത്യയിൽ എങ്ങനെ ഒരു ഭരണഘടന ഉണ്ടായി, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തായിരുന്നു, ദേശീയ പ്രസ്ഥാനം ഒരു ഭരണഘടന എന്ന ആശയത്തിലേക്ക് വരാൻ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് വഴിയെ പരിശോധിക്കാം. ദ ടോക്കിലേക്ക് സ്വാഗതം.